1948 യു ജി സി രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന പിന്നീട് പ്രസിഡൻ്റായിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ചെയർമാനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് യു ജി സി യൂണിവേഴ്സിറ്റിയെ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ജി സിയുടെ റെഗുലേഷനും ആക്റ്റും തയ്യാറാക്കിയതും. അതിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലറുടെ കേന്ദ്രീകരിച്ചായിരിക്കണം സർവകലാശാല പ്രവർത്തിക്കേണ്ടതെന്ന്. അപ്പോൾ സർവകലാശാലയുടെ മുഖമെന്ന് പറയുന്നത് വൈസ് ചാൻസലറാണ്. അതിൻ്റെ മറ്റ് അതോറിറ്റീസാണ് സിൻഡിക്കേറ്റ് എന്നും സെനറ്റും അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി എന്നൊക്കെ. ഇതിൻ്റെ എല്ലാം ടോപ്പിൽ ഉള്ളത് വൈസ് ചാൻസലറാണ്. അപ്പോൾ വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ വൈസ് ചാൻസലറല്ല സിൻഡിക്കേറ്റാണ് സർവകലാശാല എന്ന രീതിയിലുള്ള തർക്കമാണ് നടക്കുന്നത്. ഇന്നലെ വരെ ഇല്ലാത്ത തർക്കമാണ്. വൈസ് ചാൻസലറുടെ തീരുമാനമാണ് അന്തിമം. പക്ഷേ സർവകലാശാല ഡെമോക്രാറ്റിക് ആകുമ്പോൾ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റുമായിട്ടും സെനറ്റുമായിട്ടുമെല്ലാം കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും തീരുമാനമെടുക്കുക. അപ്പോൾ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വൈസ് ചാൻസലറാണ്. അതാണ് ഞാൻ പറയുന്നത്. വൈസ് ചാൻസലർ അധികാരങ്ങൾ ഒരു സർവകലാശാല ആക്ട് പരിശോധിച്ചാൽ വൈസ് ചാൻസലർ അധികാരങ്ങൾ വളരെ കൂടുതലാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സ്വകാര്യ ആവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും സർവകലാശാലകളെ കേന്ദ്രീകരിക്കുന്ന വൈസ് ചാൻസലറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈസ് ചാൻസലറിലൂടെയാണ് സർവകലാശാലയുടെ റെക്കഗ്നേഷനും സർവകലാശാല അറിയപ്പെടുന്നത്.